ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു എണ്ണ കാച്ചിയതാണ്. നമ്മൾ തലമുടിയിലൊക്കെ തേക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എണ്ണ. അത് ഞാൻ എന്തൊക്കെയാണ് ചേർത്ത് കാച്ചുന്നതെന്ന് ഞാനൊന്ന് പറയാം. 1/2 ലിറ്റർ ഞാൻ കേരയുടെ എണ്ണയാണ് എടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണ. അതിനോടൊപ്പം തന്നെ നമ്മൾ മെയിനായിട്ട് കരിഞ്ജീരകം ഒരു 2 സ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചെമ്പരത്തിപ്പൂ ഒരു 5 എണ്ണം, പിന്നെ നമുക്ക് കറിവേപ്പില, പിന്നെ ചെറിയ ഉള്ളി. അപ്പോൾ ഇത്രയൊക്കെ കൂടെയൊക്കെ വച്ചിട്ടാണ് നമ്മൾ എണ്ണ കാച്ചുന്നത്. അപ്പോൾ കറ്റാർവാഴയും വേണം. അപ്പോൾ ഈ കറ്റാർവാഴയും ചെമ്പരത്തിപ്പൂവും പിന്നെ കറിവേപ്പിലയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ എണ്ണ ചൂടാകുമ്പോൾ കരിഞ്ജീരകവും ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഇതും കൂടി ചേർത്ത് നമ്മളൊന്ന് മൂക്കുന്നത് വരെ നല്ല മണം വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം ഞാൻ ഈ 1/2 ലിറ്റർ വെളിച്ചെണ്ണ കേരയുടെ എടുക്കുമ്പോൾ നമുക്കൊരു 1-1.5-2 മാസത്തോളം വരും. കൊച്ചിന് മാത്രമേ തേക്കുന്നുള്ളൂ, എൻ്റെ കൊച്ചുമോൾക്ക് മാത്രമേ തേക്കുന്നുള്ളൂ. അപ്പോൾ ആഴ്ചയിൽ ഞാൻ 3 ദിവസമൊക്കെ തേക്കാറുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അത് നല്ലൊരു റിസൾട്ട് കണ്ടതുകൊണ്ടാണ് ഞാനത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് കാച്ചിയ എണ്ണ ഉണ്ടാക്കാവേ. അപ്പോൾ അതിന് വേണ്ടത് ആദ്യമായിട്ടൊരു കറ്റാർവാഴ നമുക്കിതിന് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ എണ്ണ കാച്ചിയത് ആവശ്യമായ സാധനങ്ങൾ നോക്കാം. നമുക്ക് മെയിനായിട്ട് വേണ്ടത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം ഒരു 2 സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 2-3 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ നമുക്ക് കറ്റാർവാഴ, അത് കുറച്ച് ഒരു ഇത്തിരി നീളമുള്ള പീസ് എടുത്തു. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില എടുത്തു. പിന്നെ നമുക്ക് ചെമ്പരത്തി പൂവാണ് വേണ്ടത്. ഒരു 5-6 ചെമ്പരത്തി പൂവ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം കൂടി, അതായത് ഈ കറ്റാർവാഴ, ചെമ്പരത്തിപ്പൂ, കറിവേപ്പില, ഇത് 3 എണ്ണവും കൂടി നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ ഉള്ളിയെല്ലാം നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാനിവിടെ നമ്മൾ 1/2 ലിറ്റർ എണ്ണയാണ് കേരയുടെ ഞാൻ എടുക്കുന്നത്. ഇത് മതി കൊച്ചുമോൾക്ക് വേണ്ടി 1 മാസം. ഞാൻ ആഴ്ചയിൽ 3 ദിവസമാണ് തേക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് 1/2 ലിറ്റർ എടുക്കുമ്പോഴത്തേക്കും ഏകദേശം 1 മാസത്തേക്കൊക്കെ വരും. അപ്പോൾ നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഒരു ചുവട് കട്ടിയുള്ള ഒരു ഉരുളിയാണ് എടുത്തത്. ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഉരുളിയിലേക്ക് 1/2 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കരിഞ്ജീരകവും നമുക്ക് ഈ ഉള്ളിയും നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചെമ്പരത്തിയും കറ്റാർവാഴയും എല്ലാം കൂടി നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ല പോലെ ഒന്ന് തിളച്ച് വന്ന് ഏകദേശം മൂത്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. എണ്ണയിലോട്ട് ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കരിഞ്ജീരകം, ഉള്ളി, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കറ്റാർവാഴ, ചെമ്പരത്തിപ്പൂവ്, കറിവേപ്പില, ഇത് 3 എണ്ണവും കൂടി ഞാൻ ചെറുതായിട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്ത് അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തിളച്ച് നല്ല മണമൊക്കെ വരും. മൂത്തതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കാച്ചിയ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുപ്പിയിലോട്ട് അരിച്ച് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ കാച്ചിയ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം നമുക്കൊരു 2 മാസത്തോളമൊക്കെ കുട്ടിക്ക് കുറേശ്ശെ തേക്കണമെങ്കിൽ തികയും കേട്ടോ. അപ്പോൾ ഇത്രയും എണ്ണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം. കരിഞ്ജീരകം ചേർക്കാം, യാതൊരു പ്രശ്നവും മറക്കരുത്. കരിഞ്ജീരകം പൊട്ടിത്തെറിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം കാച്ചാനുള്ളത്. കയ്യിലൊന്നും തെറിക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ, സീ യു.